ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര ചുവന്നുള്ളിയാണ് ഞാൻ നന്നാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇത്ര പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും സാമ്പാർക്ക് ഇങ്ങനെ പരിപ്പിൻ്റെ കണക്കുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ ഇത്ര പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഉള്ളി സാമ്പാർ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. ഒരു പകുതി മുറി നാളികേരമാണ് ചെരുകി വെച്ചിട്ടുള്ളത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് നമുക്ക് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ ഒപ്പം തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഈ മല്ലിപ്പൊടി ചൂടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കാൻ. അപ്പോൾ അത് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. കുക്കറിലായതുകൊണ്ട് 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വറുത്തരച്ച സാമ്പാർ ആയതുകൊണ്ട് നമുക്ക് ഈ നാളികേരമൊക്കെ വറുത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ചെരുകി വെച്ച പകുതി മുറിയിൽ നിന്ന് കൈകൊണ്ട് 2 പിടി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ചുവന്നുള്ളി, 1 ഉണ്ട വെളുത്തുള്ളി, 3 മുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉലുവ. ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കായം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണം പച്ചക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നല്ലപോലെ മൊരിച്ച് വറുത്തെടുക്കാം. കണ്ടോ, കായം വറുത്തിട്ടെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓരോ സൈഡ് നമ്മൾ മറിച്ചിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ കായം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ നാളികേരമൊക്കെ, അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഈ നാളികേരമൊക്കെ മുരിഞ്ഞ് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നാളികേരം ഏകദേശം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നാളികേരം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ നാളികേരമൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴേ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 2 മിനിറ്റ് ഇളക്കി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ ചൂടിൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. സാമ്പാറിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പാത്രത്തിലിട്ടിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതിങ്ങനെ അതിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേ കോൽപ്പുളി, അത് പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ കോൽപ്പുളിയുടെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ വെട്ടിത്തിളയ്ക്കണം കേട്ടോ. അപ്പോൾ വെട്ടിത്തിളച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ നാളികേരം, അതിൻ്റെ ചൂട് അറിയിട്ടുണ്ട്. ഞാൻ അത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആദ്യം ഇതൊന്ന് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആദ്യം പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പുളിയുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. പിന്നെ പരിപ്പും ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കയ്യിലോണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കയ്യിലോണ്ട് ഞാൻ ഉടച്ചെടുക്കുകയാണ്. ഈ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുള്ള ഈ പാത്രമല്ലേ, ഇതിലേക്ക് തന്നെ നമുക്ക് കുക്കറിലത്തെ പരിപ്പും ഉള്ളിയും വെന്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളക്കട്ടെ. നാളികേരം ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരവ് മൊത്തം ഇനിയിപ്പോൾ ആ മിക്സിയിൽ കുറച്ചുണ്ടാവില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിലത്തെ ബാക്കിയുള്ള അരവും കൂടിയും എടുത്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിലുള്ള അതില്ലേ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ സാമ്പാർ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇനി ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കാം. അപ്പോൾ താളിച്ച് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും 2 കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ തന്നെ ഞാൻ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. നമ്മളിനി കറിയിലേക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്തരച്ചിട്ടുള്ള ഉള്ളി സാമ്പാർ ആയിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് ഇതിപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ ഉള്ളി ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ വറുത്തരച്ച സാമ്പാറായ കാരണം ഞാനിതിൽ മല്ലിയിലൊന്നും ഇടുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ താളിച്ച് ഒഴിക്കണേ ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.